എൻ്റെ കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഒരു ക്യാൻവാസിൽ നെക്ക് വരയ്ക്കാനായിട്ടാണ്. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്ക് അധികം വൈഡാകാതിരിക്കും. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒരു സ്റ്റിഫ് എടുത്തിട്ടുണ്ട്. പേപ്പർ സ്റ്റിഫാണ്, അധികം ഇതില്ലാത്തതാണ്, അധികം കട്ടിയില്ലാത്ത ഒരു പേപ്പർ സ്റ്റിഫാണ് എടുത്തിരുന്നത്. അപ്പോൾ നമുക്കിപ്പം ഒരു ക്യാൻവാസിൽ നമ്മൾ ഇത് വരയ്ക്കുമ്പം അധികം ഒരു പെൻസിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് മായ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പം ഒരു 3 നെക്ക് അകലം വരുന്നതാണ്, 6 ഇഞ്ച് ലെങ്ത്, കഴുത്തിറക്കം 6 ഇഞ്ചാണ്. അപ്പൊ നമുക്കിവിടെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 6 ഇഞ്ച് കഴുത്തിറക്കത്തിന് 6.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. നമ്മൾ മുകളിലത്തെ തന്നെ 3 ഇഞ്ച് ലെങ്ത് കൊടുക്കുക, എന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്യാം. എന്നിട്ട് ഇവിടെ 1/2 ഇഞ്ച്, ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യും. കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. പെൻസിലായതുകൊണ്ട് ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ നെക്ക് ഇപ്പം 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ 6. നമ്മൾ നെക്ക് ഏത് ഷേപ്പാന്ന് വെച്ചാൽ ഷേപ്പ് കൊടുക്കാം. ഇതിപ്പം ഒരു യൂണിക്ക് കൊടുക്കാം. അധികം വൈഡല്ലാത്തൊരു യൂണിക്കാണ്, ഒതുങ്ങിയൊരു യൂണിക്ക്. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യുമ്പം ഇവിടെ 1 ഇഞ്ച് പോലെ, അതുപോലെ എല്ലായിടത്തും 1 ഇഞ്ച് മാർക്ക് ചെയ്ത് വരിക. ഇതുപോലെ മാർക്ക് ചെയ്യാം. സെന്റർ പോർഷൻ ശരിക്കും ശ്രദ്ധിച്ച് കറക്റ്റ്. ഇവിടെ ഇത്തിരി ഷേപ്പ് വ്യത്യാസം വന്നാലും കുഴപ്പമില്ല, നമുക്ക് സൈഡ് അടിക്കാനുള്ളതാണ്. ഇതിനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യാം. എന്നിട്ട് ഇവിടെയും 1/2 ഇഞ്ച്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പം ഇത് ഇവിടെ നിർത്തിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അത് തരാം. കട്ട് ചെയ്ത് ഇനി ഈ ഭാഗം ഇതിങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ നിർത്തുക. എന്നിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇത് മാറ്റി വെച്ച് നമ്മളിപ്പോൾ ഒരു തുണിയുമ്പോൾ നെക്ക് ചെയ്യുമ്പം സെൻറ്റർ മാർക്ക്, സെൻറ്റർ അടയാളത്തിൽ നെക്ക് ഇങ്ങനെ വെക്കുക. സെൻറ്റർ കറക്റ്റായിട്ട് വെച്ചിട്ട് എന്നിട്ട് നമ്മൾ അയൺ ചെയ്ത് പതിപ്പിക്കാം. അപ്പം നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് വൈഡാകാതെ കിട്ടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയുള്ളത് കൊണ്ട് ഇത് മലന്നു പോകാതെ കറക്റ്റായിട്ട് നമുക്കിത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.